Dear students, welcome to English class. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം the first lesson of the first unit of 10th standard English. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം Adventures in a banyan tree. Adventures in a banyan tree. Adventure. What is meant by adventure? Adventure. That is unusual activities. Unusual activities, difficult tasks or difficult works done by certain people on certain occasions. സാഹസികത എന്ന് നമ്മൾ മലയാളത്തിലുള്ള ആ അർത്ഥം കൊടുക്കുക. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ബനിയൻ ട്രീ, ആൽമരം, ഒരു ആൽമരത്തിലെ സാഹസികതകൾ. കം ടു ദ ലെസൺ. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. Though and but, that is എങ്കിലും. എങ്കിലും, ദോ, ഇതൊരു ലിങ്ക് വേർഡാണ്. ക്ലോസുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കൂട്ടുപദം. അതിനർത്ഥം രണ്ട് ആശയങ്ങൾ, രണ്ട് വാചകങ്ങൾ അതിൻ്റെ പിന്നാലെയുണ്ട്. ലെറ്റ് us see, നമുക്ക് നോക്കാം. The house and grounds of our home in India were grandfathers. So Ruskin Bond is the author, he is the writer, and he is a child now. അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും അവരൊക്കെ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് സോൾജിയേഴ്സാണ്. അവർ അന്ന് സൈന്യത്തിൽ സേവനം ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഇന്ത്യയിലെ വീടിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും തോട്ടവും മുത്തശ്ശൻ്റെ അധീനതയിലാണെങ്കിലും, ഡൊമൈൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് സംബഡി, ഡൊമൈൻ. ആധിപത്യം. Domain. So the house and the garden in India were under the domain of grandfather. Though എങ്കിലും the magnificent old banyan tree was mine. The magnificent great, മഹത്തരമായ, there is a banyan tree in that garden. That was mine, he says, mine, എൻ്റേത്. My, me, mine. Then one more word, that is myself. I എന്ന വാക്കിൻ്റെ 5 രൂപാന്തരങ്ങൾ. I, ഞാൻ, my, എൻ്റെ, me, എനിക്ക്, mine, എൻ്റേത്, myself, ഞാൻ സ്വയം. ഞാൻ, എൻ്റെ, എനിക്ക്, എൻ്റേത്, ഞാൻ, സ്വയം.
ഇങ്ങനെ എല്ലാ പേഴ്സൺസിനും നമുക്ക് പഠിക്കാനുണ്ട്. ലെറ്റ് us ലേൺ ഇറ്റ് ആഫ്റ്റർ. ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ, മഹത്തരമായ ആ പഴയ ആൽമരം, ദാറ്റ് വാസ് മൈൻ ചീഫ്ലി ബിക്കോസ്, അങ്ങനെ ആവാൻ ചീഫ് മുഖ്യമായിട്ട് എൻ്റെതാണ്. കാരണം ബിക്കോസ് ഗ്രാൻഡ്ഫാദർ at the age of 65. Now Ruskin Bond is only a child and grandfather is 65 years old. 65-year-old. 65 വയസ്സുണ്ട്. So he can't perhaps climb further, no longer. That is the thing. Because grandfather at the age of 65 could no longer climb it. Yes. Now, Ruskin Bond, he is only a child of 10 or 12 or 13 or 14. But grandfather is 65-year-old and he could no longer climb it. ഇനി മുതൽ അദ്ദേഹത്തിന് ഈ മരത്തിൽ കയറാൻ കഴിയില്ല. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ദ ബനിയൻ ട്രീ വാസ് ഹിസ്, ആ ആൽമരം അവൻ്റെതായി മാറിയത്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. മുത്തശ്ശി പലപ്പോഴും മുത്തശ്ശിനെ പരിഹസിക്കാറുണ്ട്. ടീസ്, ടീസ്, TEAC, ടീസ്, മേക്ക് ഫൺ ഓഫ്, കളിയാക്കുക, പരിഹസിക്കുക. മുത്തശ്ശി കളിയാക്കാറുണ്ട്, ടീസ് ചെയ്യാറുണ്ട്. ഹും? ഗ്രാൻഡ്ഫാദർ. വൈ? നോക്കൂ. അബൌട്ട് ദിസ്, ഈ കാര്യവും പറഞ്ഞിട്ട്, ഓ മാൻ, യു ആർ ഏജ്ഡ്, യു ഡോണ്ട് ക്ലൈംബ് ഓൺ ദാറ്റ് ട്രീ ഫർദർ, ഇനിയും നിങ്ങൾ ഈ മരത്തിൽ ഇങ്ങനെ കയറരുത് എന്ന് പറഞ്ഞ് മുത്തശ്ശി കളിയാക്കാറുണ്ട്. കാരണം അങ്ങനെ കയറിയ ഒരു സ്ത്രീയുടെ അനുഭവം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. And would speak of a certain Countess of Desmond. She says about certain Countess, certain, chila, anybody, somebody, aro, certain. Countess, Count, Prabhu, landlord. അതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് കൗണ്ടസ്. പ്രഭി, കൗണ്ടസ്, പ്രഭി. Count, Prabhu, Countess, Prabhi, certain Countess of Desmond. ബ്രിട്ടനിലെ ഏതോ ഒരു പ്രവിശ്യ, അതിൻ്റെ പേരാണ് ഡെസ്മോണ്ട്. ആ ഡെസ്മോണ്ടിലെ പ്രഭിയെക്കുറിച്ച് മുത്തശ്ശി കളിയാക്കി പറയാറുണ്ട്. ആൻ ഇംഗ്ലീഷ് വുമൺ, ഒരു ഇംഗ്ലീഷുകാരി സ്ത്രീയെ, ഹൂ ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117, 117 വയസ്സ് വരെ ജീവിച്ച ഒരു ബ്രിട്ടീഷുകാരിയെക്കുറിച്ച്, എ കൗണ്ടസ്, ഒരു പ്രഭ്യയെക്കുറിച്ച്, എ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ഡെസ്മോണ്ടിലെ ഒരു പ്രഭ്യയെക്കുറിച്ച്, എ ബ്രിട്ടീഷ് വുമൺ, ഒരു ബ്രിട്ടീഷുകാരിയെക്കുറിച്ച് ഗ്രാൻഡ് മദർ ടീസസ്, പരിഹസിക്കാറുണ്ട്. പോയിൻറ്റിങ് ഗ്രാൻഡ്ഫാദർ, മുത്തശ്ശനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഷീ വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻറ്റ് ഫോളൻ വൈൽ ക്ലൈംബിങ് എൻ ആപ്പിൾ ട്രീ. ആൻഡ് ഷീ ലിവ്ഡ് അപ് ടു ദ ഏജ് ഓഫ് 117. പെർഹാപ്സ്, ഒരു പക്ഷേ, ഷീ മൈറ്റ് ഹാവ് ലിവ്ഡ് മോർ, ഒരുപക്ഷെ ഇനിയും അവർ ജീവിച്ചേനെ. ഇഫ് ഷീ ഹാഡിൻറ്റ് ക്ലൈംബ്ഡ് എൻ ആപ്പിൾ ട്രീ, അവർ ഒരു ആപ്പിൾ മരത്തിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ, ആൻഡ് ഹാഡിൻറ്റ് ഫോളൻ ഡൗൺ, ആ ആപ്പിൾ മരത്തിൽ നിന്ന് താഴെ വീണില്ലായിരുന്നെങ്കിൽ, ഷീ വുഡ് ഹാവ് ലിവ്ഡ് മോർ, അവർ ഏറെക്കാലം ജീവിച്ചേനെ. സോ ദിസ് ഈസ് ദ മാറ്റർ ഓഫ് ടീസിങ്. ഇതും പറഞ്ഞാണ് മുത്തശ്ശനെ പരിഹസിക്കാറുള്ളത്. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ, ആൽമരത്തിൻ്റെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ശിഖരങ്ങൾ, വിച്ച് കേർവ്ഡ് ടു ദ ഗ്രൗണ്ട്, അത് തറ വരെ, നിലം വരെ
വളഞ്ഞ് ആർച്ച് പോലെ, കമാനം പോലെ കേവ്ഡ് വളഞ്ഞു കുത്തി നിൽക്കുന്നു. കേവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. അങ്ങനെ വളഞ്ഞു കുത്തിയ കൊമ്പിൽ നിന്ന് വീണ്ടും വീണ്ടും വേരുകൾ താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. എ ബ്യൂട്ടിഫുൾ സൈറ്റ്, എ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബാനിയൻ ട്രീ ലിവിങ് ഫോർ ഇയേഴ്സ്. വർഷാവർഷങ്ങളായിട്ട് ആ മണ്ണിൽ പടർന്ന് പന്തലിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാൽമരം. The spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches. A maze of arches. കൊമ്പുകൾ തന്നെ ഇടപിരിഞ്ഞ് ജട പോലെ ആയിട്ടുണ്ട്. മെയ്സ്. You can see the site here. And another picture is also given in the textbook. You see, the roots are hanging. And here it is, the branch maced, the roots and the branches interlinked together. ശാഖകളും വേരും ഇടകലർന്ന് ജട പോലെ. So roots are there. The boy can swing, ഊഞ്ഞാലാടാം. And huge and strong branches, വലിയ ശക്തിയുള്ള ബ്രാഞ്ചുകൾ, കൊമ്പുകൾ, അതിൽ കയറിയിരിക്കാം. Forming a maze of arches gave me endless pleasure. So this banyan tree, this huge banyan tree, magnificent banyan tree, it was the matter of his pleasure. He loved it so much. അവൻ ആ മരത്തെ അങ്ങേയറ്റം വളരെയേറെ ഇഷ്ടപ്പെട്ടു. സോ ഗ്രേറ്റ് എ ട്രീ, സോ മാഗ്നിഫിഷ്യൻ്റ് ഇറ്റ് ഈസ്. എൻഡ്ലെസ് പ്ലഷർ, അറ്റമില്ലാത്ത സന്തോഷം. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രീ, ആ മരത്തിനെ കുറിച്ചുള്ള വിവരണം. ഇറ്റ് വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. വീടിനേക്കാളും പഴക്കമുണ്ട്. ഓൾഡർ ദാൻ, ഓൾഡർ, ഓൾഡസ്റ്റ്. പഴകിയത്, ഏറെ പഴകിയത്, ഏറ്റവും പഴകിയത്. പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ് വാക്കുകൾ പിന്നീട് പഠിക്കാം. അത് ഓൾഡർ, ഓൾഡസ്റ്റ്. സോ ഓൾഡർ ദാൻ, എന്തിനേക്കാൾ? ബാനിയൻ ട്രീക്ക്, ആൽമരത്തിന് ആരെക്കാളും പഴക്കമുണ്ട്? ഹൗസ്, വീടിനേക്കാളും പഴക്കമുണ്ട്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനേക്കാളും പഴക്കമുണ്ട്, പ്രായമുണ്ട്. അടുത്ത പ്രയോഗം കൂടി നോക്കുക. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറാ. ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ ഡെറ എന്ന കൊച്ചു പട്ടണം. ആ പട്ടണത്തിലാണ് റസ്കിൻ ബോണ്ടിൻ്റെ വീട്. അവിടുത്തെ കഥയാണ്, കാര്യമാണ് പറയുന്നത്. സോ ദിസ് ബാനിയൻ ട്രീ ഈസ് ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ഓൾഡർ ദാൻ ദ ഹൗസ്, ബട്ട് ഹീ സേസ് ആസ് ഓൾഡ് ആസ് ദ ഡെറ ടൗൺ. ഡെറ നഗരത്തോളം പഴക്കമുണ്ട് ഇതിന്, ഈ ആൽമരത്തിന്. സോ ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ദറ്റ് ഓൾഡ് ബനിയൻ ട്രീ, ആ പഴയ വൃദ്ധനായ ആൽമരത്തിൻ്റെ കഥ. നെസ്ലിംഗ് ഇൻ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. നെസ്റ്റ്, യു നോ ദ വേർഡ് നെസ്റ്റ്, കൂട്. കൂടണയുക, കൂട് കൂട്ടുക, സങ്കേതമാക്കുക. സോ ദിസ് ബനിയൻ ട്രീ ഈസ് നെസ്റ്റിൽഡ്, റൂട്ടഡ് ദർ. അവിടെയാണിത് വേരൂന്നി വളർന്നത്. നെസ്റ്റിംഗ് വേർ, ഗ്രോയിങ് വേർ, ഇൻ ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഡെറ നഗരത്തിൽ അതിൻ്റെ പാർശ്വഭാഗത്ത് റസ്കിൻ ബോണ്ടിൻ്റെ മുത്തശ്ശൻ്റെ തോട്ടത്തിലാണ് ഈ വലിയ ആൽമരം. ദറ്റ് ഈസ് ദ ഫസ്റ്റ് പാര, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. സോ ദിസ് പാര സേസ് അബൌട്ട് the importance and the state or the condition of that old, huge, magnificent, great banyan tree. It is spread like this. It has grown as Himalayas. ഹിമാലയം പോലെ വളർന്നു നിൽക്കുന്നു, മഹത്തരമായിട്ട്. സ്പ്രെഡിങ് ഇറ്റ്സ് ബ്രാഞ്ചസ്, കവറിങ് എവറിത്തിങ്, ആൻഡ് റൂട്ടിങ് ഡൗൺ, താഴോട്ട് വേരൂന്നിക്കൊണ്ട്. ആൻഡ് ഗ്രേറ്റ് ടു സീ, very nice to see. And that old banyan tree is his
ഓൺ. ഇപ്പോഴും അത് അവൻ്റെതാണ്. ദാറ്റ് ഈസ് ദ ടേം ഹി യൂസ്ഡ്, മൈൻ. ഇറ്റ് ഈസ് മൈൻ. ഇത് എൻ്റേതാണെന്ന്. കം ടു നെക്സ്റ്റ് പേര. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. സോ ഹി ഗോട്ട് എ ഫ്രണ്ട് ദർ. ഫസ്റ്റ് ഫ്രണ്ട്, ആദ്യ സുഹൃത്ത്. ഫെമിലിയർ ഫ്രണ്ട്, ഫെമിലിയർ, വെൽ നോൺ, സുപരിചിതമായ, ഫെമിലിയർ. FAMILIAR, ഫെമിലിയർ, വെൽ നോൺ. മലയാളത്തിൽ സുപരിചിതമായ. അതിന് വേർബ് ഫോമാണ്, ഇത് അഡ്ജക്റ്റീവാണ്. ഫെമിലിയറൈസ്, വേർബാണ്. സുപരിചിതമാവുക. ബിക്കം വെൽ നോൺ, സുപരിചിതമാവുക. ഫെമിലിയറൈസ്, അതിൽ നിന്ന് നൗൺ ഉണ്ടാവുന്നുണ്ട്, ഫെമിലിയറൈസേഷൻ, സുപരിചിതത്വം. അത് നെഗറ്റീവ് ഉണ്ട്, അൺഫെമിലിയർ, അപരിചിതമായ. സോ ദ ടേം ഫെമിലിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഇറ്റ്. അത് ആ വാക്ക് ശ്രദ്ധിച്ചോളുക. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. എൻ്റെ പ്രഥമ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു ചെറിയ അണ്ണാനാണ്. ഗ്രേ കളേർഡ് സ്ക്വിറൽ, ചാരനിറമുള്ള അണ്ണാൻ. ആർച്ചിങ് ഹിസ് ബാക്ക്, ആർച്ചിങ്, കുത്തി വളഞ്ഞുകൊണ്ട്, ആർച്ചിങ്. ദിസ് ഈസ് ആർച്ച്, ആർച്ചിങ്, വളഞ്ഞുകൊണ്ട്. ആർച്ചിങ് ഹിസ് ബാക്ക്, പുറം വളച്ചുകൊണ്ട്. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ്, സ്നിഫിങ്, മൂക്ക് തുമ്മിക്കൊണ്ട്, ചീറ്റിക്കൊണ്ട്. ആർച്ചിങ് ദ ബാക്ക് ആൻഡ് സ്നിഫിങ് ഓഫ് ഹിസ്, സ്നിഫിങ് ഇൻ ടു ദ എയർ, വായുവിലേക്ക് ഇങ്ങനെ തുമ്മിക്കൊണ്ട്, ചീറ്റിക്കൊണ്ട്, പുറം വളച്ചുകൊണ്ട്. ഹി സീംഡ് അറ്റ് ഫേസ്റ്റ് ടു റെസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവൻ്റെ സ്വകാര്യത, പ്രൈവസി, സ്വകാര്യത. യു നോ ദ വേർഡ് പ്രൈവറ്റ്, സ്വകാര്യമായ, പ്രൈവസി, സ്വകാര്യത. ഹി സീംഡ് ടു റെസെൻറ്റ് മൈ ഇൻവേഷൻ. ഇൻവാഡ്, അതിക്രമിച്ച് കടക്കുക. അറ്റാക്ക്, ആക്രമിക്കുക, ഇതൊക്കെ പറയാം. ഇൻവേഷൻ, ഇൻവേഷൻ, അതിക്രമിച്ച് കടക്കൽ, ആക്രമിച്ച് കീഴടക്കൽ. ഫോർ എക്സാമ്പിൾ, വി യൂസ്ഡ് ദ ടേം അലക്സാണ്ടർ ഇൻവാഡഡ് ഇന്ത്യ. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കി. ഇൻവാഡഡ്, ഇൻവേഷൻ. ദാറ്റ് ഈസ് ഇൻവാഡ് വെർബാണ്, ഇൻവേഷൻ നൗണാണ്. സോ ഹി resented, he showed his dislike. Why? I entered his privacy. Privacy, സ്വകാര്യത. പ്രൈവറ്റ് എന്ന വാക്കിൽ നിന്നാണ് പ്രൈവസി എന്ന നൗൺ ഉണ്ടായത്, സ്വകാര്യത. So before I reached there, squirrel was the owner of that branches and tree. But one day I entered his privacy. ഒരു നാൾ ഞാൻ അവൻ്റെ ആ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കടന്നു. ഹീ ഷോഡ് ഹിസ് റെസെൻറ്റ്, അവൻ അവൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു. ഹി ആർച്ച്ഡ് ഹിസ് ബാക്ക്, അവൻ പുറം വളച്ചു പിടിച്ചു. ആൻഡ് സ്നിഫ്ഡ് ഇൻ ടു ദ എയർ ആൻഡ് ഹി ഷോഡ് ഹിസ് ഡിസ്ലൈക്ക്. അങ്ങനെ അവൻ അവൻ്റെ അനിഷ്ടം എൻ്റെ മുന്നിൽ പ്രകടിപ്പിച്ചു. ബട്ട് when he found that I didn't harm myself. പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി. I didn't harm myself. I didn't harm myself. Here the word harm, harm, weapon. ഇവിടെ വെർബാണ് wear the weapon. harm, ആയുധം ധരിക്കുക. ദാറ്റ്സ് വൈ വി സേ ആംഡ് ഫോഴ്സ്. അതുകൊണ്ടാണ് ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആമി, ആയുധം ധരിച്ച് സായുധസേന. ആമി, ആം, കൈത്തടിക്കേണ്ട വാക്ക്, അതല്ല ഇവിടെ ഉപയോഗിച്ച് ആം. ഐ ഡിഡ്ന്റ് ആം, ഞാനൊരു ആയുധവും ധരിച്ചിട്ടില്ല. ഐ ആം നോട്ട് ഹിസ് എനിമി, ഞാൻ അവൻ്റെ ശത്രുവല്ല എന്നവന് ബോധ്യപ്പെട്ടു. ഐ ഡിഡ്ന്റ്
arm myself with a catapult. ഞാൻ പക്ഷികളെ കല്ലെറിഞ്ഞ് വീഴ്ത്താനുള്ള കവണ കൊണ്ടുവന്നിട്ടില്ല. catapult, കവണ കൊണ്ടുവന്നിട്ടില്ല. I didn't bring a gun, എയർ ഗൺ. ഞാൻ പക്ഷികളെ അല്ലെങ്കിൽ ചെറുമൃഗങ്ങളെ വെടിവെക്കാനുള്ള എയർ ഗൺ കൊണ്ടുവന്നിട്ടില്ല. I didn't arm myself. ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. I didn't arm myself with a catapult or air gun. He became friendlier, knowing that I am not an enemy. I am not his foe, ശത്രു, FOE, foes and friends, ശത്രുക്കളും മിത്രങ്ങളും. And he realized, അവൻ ബോധ്യമായി, I didn't arm myself. ഞാൻ ആയുധധാരിയല്ല. I haven't a catapult in my hand. I haven't a gun in my hand. So he became friendlier. That is more friendly. അതുകൊണ്ട് അവൻ എന്നോട് ഏറെ സൗഹൃദം കാണിച്ചു തുടങ്ങി. Because he could realize, he would understand, the human being is not his enemy. ഞാൻ മനുഷ്യൻ അവൻ്റെ ശത്രുവല്ല എന്നവന് ബോധ്യപ്പെട്ടു. മിത്രമാണ്, not foe but friend. He realized. So he became more friendly. അതുകൊണ്ട് അവൻ എൻ്റെ അരികിൽ കൂടുതൽ സൗഹാർദ്ദത്തിലായി. And when I started leaving him pieces of cake and biscuits, slowly I began to issue him, provide him, give him. ഞാൻ അവന് സാവധാനം ഇതൊക്കെ കൊടുത്തു തുടങ്ങി. ലീവ്, ദാറ്റ് മീൻസ് ഹിയർ ഇറ്റ് മീൻസ് ഗിവ്. ഇതൊക്കെ അവന് എറിഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ കൊടുത്തു. പീസസ് ഓഫ് കേക്ക് ആൻഡ് പീസസ് ഓഫ് ബിസ്ക്കറ്റ്സ്. കേക്ക് കഷ്ണങ്ങളും ബിസ്ക്കറ്റ് കഷ്ണങ്ങളും. ദാറ്റ് ഈസ് വെരി ടേസ്റ്റി ടു ദ സ്കരൽ. അണ്ണാന് വളരെയേറെ ഇഷ്ടമുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഒക്കെ കൊടുത്തു തുടങ്ങി. ബിക്കോസ് ദേ വെർ ഫ്രണ്ട്സ്, ദേ ബിക്കെയിം ഫ്രണ്ട്സ്. അവർ സുഹൃത്തുക്കളായി മാറിയിരുന്നു. ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ്. അങ്ങനെ ഒടുവിൽ ഫൈനൽ, ആ വാക്കിൽ നിന്നാണ് ഫൈനലി എന്നുള്ള ആഡ്വർബ് ഉണ്ടാവുന്നത്. അറ്റ് ലാസ്റ്റ്, ഒടുവിൽ. ഫൈനലി എന്ന വാക്കിന് ഓപ്പോസിറ്റ് ശ്രദ്ധിക്കുക. ഫൈനലി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇനീഷ്യലി, തുടക്കത്തിൽ. At the beginning. We could see the intimacy of that human being and that creature and that little animal. ആ ചെറു ജീവി അണ്ണാനും ഈ മനുഷ്യനും എങ്ങനെ സൗഹൃദത്തിലായെന്ന്. At first, the squirrel resented, showed his dislike, and he behaved like that. But when he could see that this little boy, Ruskin Bond, wasn't or hadn't armed himself, സ്വയം ആയുധം ധരിച്ചു വന്നവനല്ല, hadn't a catapult in his hand, and he hadn't an air gun in his hand. Moreover, he began to leave pieces of cakes, pieces of biscuits to him. So, they became enough friendly. വളരെയേറെ സൗഹൃദത്തിലായി. ഫ്രണ്ട്ലി ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്. എൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിക്കത്തക്ക വിധം അവൻ ഞാനുമായിട്ട് സൗഹൃദത്തിലായി. സോ ദറ്റ് ഈസ് ദി സെക്കൻഡ് പാര. സൈസ് ദ intimacy, the friendship, or how they became friends, how they became dear friends, intimate friends, familiar friends. That is the picture. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം, ബാക്കി ഭാഗം മറ്റൊരു സെഷനിൽ, അടുത്ത സെഷനിൽ നിങ്ങൾക്ക് ലഭ്യമാക്കും. ഈ തന്ന ഭാഗം വീണ്ടും വീണ്ടും കേട്ട് വായിച്ച് പഠിക്കുക. അടുത്ത ഭാഗം
കേൾക്കാൻ വേണ്ടി ശ്രദ്ധയോടെ കാത്തിരിക്കുക. താങ്ക് യു.